ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അടിപൊളി പാസ്ത റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ചിക്കനോട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി, അതുപോലെ തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാസ്ത വേവിക്കാമേ. അതിനായിട്ട് ഞാനിതാ ഒരു പാത്രത്തിലോട്ട് 2.5 കപ്പ് വെള്ളം ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഒന്ന് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടി പിടിക്കാണ്ട് നമുക്ക് കിട്ടും. നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സി ജാറിലോട്ട് ഒരു തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മൾ വെച്ച വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 കപ്പ് പാസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിതിന് ഒരു 10 മിനിറ്റ് നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ ഒരു പാസ്തയും ഇതൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്കിൽ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കാണും. അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊന്ന് എടുത്ത് മാറ്റിയാണ് സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഒരു കടായിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കും. വെളിച്ചെണ്ണ നമ്മൾ റിഫൈൻഡ് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇടത്തരം പരുവത്തിലുള്ള സവാള ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാമേ. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് സ്നാക്സ് ആയിട്ടെ. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ തക്കാളീൻ്റെ ആ ഒരു ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരുപാട് മസാലകളൊന്നും നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല. വളരെ കുറച്ച് മസാലകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മളിതിൽ മസാലകളായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫ്ലെയിം നല്ല രീതിക്ക് ഞാനൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ച മണം ഒന്ന് മാറണം. അതിനായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. ഇനി നമുക്ക് ഒരു ക്യാപ്സിക്കം, ചെറിയൊരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഒരു ക്യാരറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും ഞാൻ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സൈസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചിക്കനും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന പാസ്തേൻ്റെയൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഈ ചേർത്തതിലെല്ലാം വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ നാക്കി കൊടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളമൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ വെള്ളം അതുപോലെ തന്നെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ വെള്ളം കിട്ടി നല്ല പെർഫെക്റ്റായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വെന്ത് ഇതിൽ കുറച്ചും കൂടെയൊക്കെ വെള്ളം കിടക്കുന്നുണ്ട്. അത് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്ത് ഞാനൊന്ന് നോക്കിയപ്പോഴത്തേക്ക് ചിക്കനെല്ലാം നല്ല രീതിക്ക് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലൂടെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ പാസ്തയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളി രുചിയാണ്. നിങ്ങൾ ഇതുവരെയും ഈ ഒരു പാസ്ത ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടമാവും. അധികം സ്പൈസി ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ്. ഇതിലോട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിന് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ ആവശ്യമെങ്കിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മൾ ക്യാബേജ് ഒന്നും ഇട്ടുകളില്ല കേട്ടോ. ഒരു ക്യാപ്സിക്കും അതുപോലെ തന്നെ ക്യാരറ്റും ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ചെയ്താൽ മതിയേ. അപ്പോഴത്തേക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾ നമ്മുടെ ക്യാബേജ് ചേർക്കുന്നുണ്ട് എന്നെങ്കിൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റേ നിങ്ങൾക്ക് പോകും. ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടിഫിനിലോട്ട് ഞാനിത് മാറ്റുകയാണേ. കണ്ടല്ലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാസ്ത റെസിപ്പിയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുമാത്രമല്ല ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.